ഇന്ന് വൈകി കേട്ടോ എണീറ്റെ. ഇന്ന് തേജുവിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലാവിഷായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. എണീറ്റ് വന്ന് നോക്കിയപ്പോൾ ടൈം 11 മണി. വേറെ ഒന്നും നോക്കിയില്ല. വേഗം തന്നെ ചോറിന് അങ്ങോട്ട് വെള്ളം വെച്ചു. തേജു വീട്ടിലുള്ളതുകൊണ്ട് അവന് പെട്ടെന്ന് വിശക്കും കേട്ടോ. സ്കൂളിലൊക്കെ 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ കറി എന്താ വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറകു വശത്ത് നല്ല മുരിങ്ങയില കണ്ടത്. വേഗം തന്നെ മുരിങ്ങയില പൊട്ടിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചു. പെട്ടെന്ന് തന്നെ ചോറിന് അരി ഇട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പരിപ്പും മുരിങ്ങയിലയും തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. പക്ഷേ തേജു അതൊന്നും കഴിക്കില്ല കേട്ടോ. അവന് പയറുവർഗ്ഗങ്ങളോ ഇലവർഗ്ഗങ്ങളോ ഒന്നും അവൻ കഴിക്കില്ല. അത് കഴിഞ്ഞ് പരിപ്പെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഒരു ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. ആപ്പിൾ അങ്ങോട്ട് കഴിച്ചു. പിന്നെ തോരൻ വെക്കാൻ വേണ്ടി പയർ ഇരിപ്പുണ്ടായിരുന്നു. അകത്ത് പോയി ടി വി എല്ലാം കണ്ട് പയറെല്ലാം അരിഞ്ഞ് സെറ്റാക്കി അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. ഞാൻ വിചാരിച്ചു മീനും കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരുന്നേനെ ഇന്നത്തെ ലഞ്ച്. മീൻ കാത്തുനിന്ന് മടുത്തു. 1 മണിയായപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കാണുന്നു. അപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. നോക്കുമ്പോൾ മീൻ വണ്ടി മുന്നിൽ വന്ന് നിൽക്കുന്നു. വേഗം തന്നെ മീൻ പോയി വാങ്ങി. നോക്കുമ്പോൾ കുഞ്ഞമത്തി. ആദ്യം വിചാരിച്ചു വാങ്ങണ്ടെന്ന്. പിന്നെ വിചാരിച്ചു വാങ്ങിയേക്കാം. നല്ല കുഞ്ഞമത്തി വറുത്തങ്ങോട്ട് ചോറങ്ങോട്ട് അടിക്കാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ കുഞ്ഞമത്തി നന്നാക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു ദേഷ്യം വേറെ എവിടെയുമില്ല കേട്ടോ. കുഞ്ഞമത്തി നന്നാക്കാൻ എനിക്ക് ഇഷ്ടമേ. മത്തിയെല്ലാം നന്നാക്കി വൃത്തിയാക്കി അരപ്പെല്ലാം തേച്ച് അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. മണ്ണടിച്ചപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് അങ്ങോട്ട് തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് പരിപ്പെല്ലാം ഉടഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ മുരിങ്ങയിലൊക്കെ ഇട്ട് തിളപ്പിച്ചങ്ങോട്ട് എടുത്തു. പിന്നെ കറിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കി. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ആയിട്ട് അരപ്പൊക്കെ തയ്യാറാക്കി ഒഴിച്ച് സെറ്റാക്കി തിളപ്പിച്ചങ്ങോട്ട് എടുത്ത് വറവൊക്കെ ഇട്ട് കറി അങ്ങോട്ട് സെറ്റായിട്ടോ. അപ്പോൾ തന്നെ ടൈം 3 മണിയായി. പിന്നെ തോരനെല്ലാം റെഡിയായി. മീനെല്ലാം വറുത്ത് സെറ്റായി. ഞാൻ വേഗം തന്നെ ചോറും വിളമ്പി കറിയും തോരനും നല്ല കുഞ്ഞമത്തിയും വറുത്തൊക്കെ എടുത്ത് ലാവിഷായിട്ട് അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് കഴിച്ചു. അപ്പം തന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.